അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കുട്ടികളെ, 2026-27 വർഷത്തെ ആദ്യത്തെ കാക്കൊല്ല പരീക്ഷ അഥവാ പാദവാർഷിക പരീക്ഷ അടുത്ത മാസം ജൂലൈ 18 മുതൽ 23 വരെ നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അതിൻ്റെ ടൈം ടേബിളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാം ക്ലാസ്സിന് തിങ്കളാഴ്ച 20-ാം തീയതിയാണ് ആദ്യത്തെ പരീക്ഷ. 18-ാം തീയതി പരീക്ഷ തുടങ്ങുന്നുണ്ട്, പക്ഷേ ഒന്നാം ക്ലാസ്സുകാർക്ക് 20-ാം തീയതി തിങ്കളാഴ്ച, പിന്നെ 21-നും. ആദ്യത്തെ പരീക്ഷ തഫ്ഹീം എന്ന് പറഞ്ഞാൽ ആകെ ഒരു പുസ്തകം ഇപ്പോൾ പഠിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ പഠിപ്പിക്കുന്ന പുസ്തകത്തിലെ 14 പാഠങ്ങളുടെ വായന പരീക്ഷയാണ് ഫസ്റ്റ് ദിവസം ഉണ്ടാവുക. അന്ന് വായന പരീക്ഷ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അന്ന് എഴുത്ത് പരീക്ഷ ഉണ്ടാവില്ല, ഒന്നും എഴുതാനൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ ദിവസം 21-ാം തീയതി ചൊവ്വാഴ്ച എഴുത്ത് പരീക്ഷ മാത്രമേ ഉണ്ടാവുള്ളൂ, അന്ന് വായന ഉണ്ടാവില്ല. അപ്പോൾ എഴുത്ത് പരീക്ഷ ഉള്ള ദിവസം പിന്നെ പെൻസിലും മറ്റുള്ളതൊക്കെ കയ്യിൽ കരുതേണ്ടി വരും. വായന പരീക്ഷൻ്റെ അന്ന് വായിക്കാൻ മാത്രം ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ രണ്ടാം ക്ലാസ്സിലെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ശനിയാഴ്ച അഥവാ 18-ാം തീയതിയാണ് ആദ്യത്തെ പരീക്ഷ, ഫിഖ്ഹാണ്. പിന്നെ ഞായറാഴ്ച ഖുർആൻ ഹിഫ്ളാണ് പരീക്ഷ. ഖുർആന് രണ്ടാം ക്ലാസ്സുകാർക്ക് സൂറത്തുൽ ഫാത്തിഹ വായിക്കാൻ കിട്ടുന്നില്ലേ നിങ്ങൾക്ക്? സൂറത്തുൽ നബ എന്ന് പറഞ്ഞ അമ്മ സൂറത്ത്, അതുപോലെ വന്നാസിയാത്തി ഖർഖ എന്നുള്ള സൂറത്ത്, അബസ വത്തവല്ല, അതുപോലെ സൂറത്തു തക്വീർ. ഇതാണ് നോക്കി ഓതാൻ ഉണ്ടാവുക. ഇതെല്ലാം കൂടി നോക്കി ഓതാൻ ഉണ്ടാവില്ല, ഇതിലേതെങ്കിലും ഒരു ഭാഗമാണ് നോക്കി ഓതാൻ വരിക. അതേപോലെ കാണാതെ ഓതിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതിലേതെങ്കിലും സൂറത്തായിരിക്കും കാണാതെ ഓതിക്കാൻ വരിക. ഇത് ഞായറാഴ്ചയാണ് അഥവാ 19-ാം തീയതി. പിന്നെ 21-ാം തീയതിയാണ്, അന്ന് ചൊവ്വാഴ്ച 4 പാഠങ്ങളാണ് അഖീദയിൽ ഉണ്ടാവുക. അഖീദയിൽ 4 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക്. 22-ാം തീയതി ബുധനാഴ്ച ലിസാനുൽ ഖുർആനാണ്, അതുപോലെ 4 പാഠങ്ങളാണ്. ദുറൂസും ലഹ്സാന് വ്യാഴാഴ്ച 23-ന് 4 പാഠങ്ങൾ. ഇനി നമ്മൾ 3-ാം ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യത്തെ പരീക്ഷ 18-ാം തീയതി ദുറൂസാണ്, ആദ്യം 4 പാഠങ്ങളാണ്. പിന്നെ 19-ാം തീയതി ഞായറാഴ്ച ഖുർആൻ ഹിഫ്ള് തദ്രീബു തിലാവയാണ്. തദ്രീബു തിലാവൊക്കെ എങ്ങനെയാണ് ചോദ്യം വരിക എന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എല്ലാവരും നോക്കി മനസ്സിലാക്കുക. പിന്നെ നോക്കി ഓതാൻ വരുന്നത് സൂറത്തുൽ മുജാദല അഥവാ ഖദ് സമിഅ അല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറത്ത്, അതുമുതൽ സൂറത്തുൽ മുർസലാത്ത് വരെയുള്ള ഏത് പാഠവും ചോദിക്കാം. പിന്നെ കാണാതെ ഓതിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ അൽ ഖാരിഅ, പിന്നെ സൂറത്തുൽ നാസ് വരെ അഥവാ അൽ ഖാരിഅ മുതൽ ഏത് സൂറത്തും വരാം. അൽഹാഖുമുത് തകാസുർ, വൽ അസ്ർ, വൈലുൽ ലികുല്ലി, പിന്നെ 2-ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ച സൂറത്തുകളൊക്കെ വരാം. പിന്നെ തദ്രീബു തിലാവ, ഹുറൂഫുൽ ലിസാന് 2 പാഠമുണ്ട്. ആ 2-ാമത്തെ പാഠം വരെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അതിൽ കാര്യമായിട്ടൊന്നും പഠിക്കാനുള്ള അക്ഷരങ്ങൾ ഹുറൂഫ് ഷഫത്തൈനി, ഹുറൂഫുൽ ജൗഫ്, ഹുറൂഫുൽ ലിസാന് 2 പാർട്ട്, അത്രയാണ് പഠിക്കാനുള്ളത്. തദ്രീബു തിലാവ വളരെ സിമ്പിളായിരിക്കും. അടുത്ത തിങ്കളാഴ്ച അഖീദയാണ് പരീക്ഷ, 4 പാഠങ്ങളാണ് ഉണ്ടാവുക. 21-ാം തീയതി ലിസാനുൽ ഖുർആൻ 4 പാഠങ്ങൾ. പിന്നെ 22-ാം തീയതി ഫിഖ്ഹ് 6 പാഠങ്ങളാണ്. ഫിഖ്ഹും താരീഖും പാഠം അധികം ഉണ്ടാകും, 6 പാഠങ്ങളാണ്. പിന്നെ താരീഖാണെങ്കിൽ വ്യാഴാഴ്ച ലാസ്റ്റ് പരീക്ഷ 6 പാഠങ്ങൾ. ഇനി നമ്മൾ 4-ാം ക്ലാസ്സിലേക്ക് വന്നാൽ ആദ്യത്തെ പരീക്ഷ അഖീദയാണ്, 18-ാം തീയതി 4 പാഠങ്ങൾ. 19-ാം തീയതി ഖുർആൻ ഹിഫ്ള് തദ്രീബു തിലാവ. എന്തൊക്കെയാണ് ഉള്ളത്? സൂറത്തുൽ ഫുർഖാൻ മുതൽ സൂറത്തുൽ അങ്കബൂത്ത് വരെയുള്ള ഭാഗങ്ങളാണ് നോക്കി ഓതാൻ വരിക. പിന്നെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നത് മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള ഏത് സൂറത്തും ഹിഫ്ളിന് വരാം. അതുപോലെ ലം യകുനിൽ ലദീന കഫറു, അതുപോലെ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അതുപോലെ ഇഖ്റ ബിസ്മി, ഇതൊക്കെ കാണാതെ ഓതിപ്പിക്കാൻ ഉണ്ടാവും. അതുപോലെ തദ്രീബു തിലാവയിൽ സാക്കിനായ മീമിൻ്റെ വിധികൾ പറയുന്ന പാഠം, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് പറയുന്ന പാഠം, ഇസ്തിഇലാഹിൻ്റെ അക്ഷരങ്ങളെക്കുറിച്ച് പറയുന്ന പാഠം, ഇതാണ് തദ്രീബു തിലാവയിൽ ഉണ്ടാവുക. അടുത്ത പരീക്ഷ 20-ാം തീയതി തിങ്കളാഴ്ച ദുറൂസുൽ ലിസാന് 4 പാഠം. 21-ാം തീയതി ചൊവ്വാഴ്ച ഫിഖ്ഹ് 6 പാഠങ്ങളുണ്ട്.
22-ാം തീയതി ബുധനാഴ്ച താരീഖ് 5 പാഠങ്ങൾ. ലിസാൻ 3 പാഠേ ഉള്ളൂ. 4-ാം ക്ലാസ്സുകാർക്ക് ലിസാൻ 3 പാഠേ ഉള്ളൂ ലാസ്റ്റ് പരീക്ഷ. ഇനി നമ്മൾ 5-ാം ക്ലാസ്സിലേക്ക് വരാം. 5-ാം ക്ലാസ്സിന് 18-ാം തീയതി ദുറൂസുൽ ഹിസാനാണ്. 5 പാഠങ്ങളുണ്ട്. 19-ാം തീയതി ഖുർആൻ ഹിഫ്ളാണ്. അതിൽ വരുന്നത് സൂറത്തുൽ അംഫാൽ മുതൽ സൂറത്തുൽ അംഫാൽ, സൂറത്തു തൗബ, സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്, ഇത്രയും സൂറത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നോക്കിയതുണ്ടാവും. പിന്നെ യാസീനിൽ 32 ആയത്ത് കാണാതെ കിട്ടണം. 32 ആയത്ത്. പിന്നെ 20-ാം തീയതി തിങ്കളാഴ്ച ഫിഖ്ഹാണ്. ഫിഖ്ഹിൽ 6 പാഠങ്ങളുണ്ട്. 21-ാം തീയതി താരീഖാണ്. 5 പാഠങ്ങൾ. 5-ാം ക്ലാസ്സുകാർക്ക് പുതിയ പുസ്തകമാണ് അല്ലേ. പിന്നെ 22-ാം തീയതി ലിസാൻ 4 പാഠങ്ങൾ. 23-ാം തീയതി തജ്വീദ് 4 പാഠങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോ ചെയ്യണം. ലിസാൻ്റെ ഒരു പാഠത്തിൻ്റെ വീഡിയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ആണെങ്കിൽ നമ്മൾ ചെയ്യും. ഇനി നമ്മൾ 6-ാം ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ പരീക്ഷ ഫിഖ്ഹാണ്. 18-ാം തീയതി 6 പാഠങ്ങളാണ്. 19-ാം തീയതി ഖുർആൻ ഹിഫ്ളാണ്. 19-ാം തീയതി സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ അൽ ബഖറ, ആൽ ഇംറാനിൽ 181 വരെയുള്ള ആയത്തുകളിൽ എവിടെയെങ്കിലും ഭാഗത്തുനിന്ന് ചോദിക്കും. പിന്നെ കാണാതെ പഠിക്കേണ്ടത് വൽ ഫജ്ർ വലയാലി നശ്ർ, അതുപോലെ ലാ ഖസിമു ബിഹാദൽ ബലദ് എന്ന് പറയുന്ന സൂറത്ത്, അതാണ് പിന്നെ ഹിഫ്ളിനിക്കുള്ളത്. 20-ാം തീയതി തിങ്കളാഴ്ച താരീഖ് 5 പാഠങ്ങളാണ്. 21-ാം തീയതി ചൊവ്വാഴ്ച ലിസാൻ 4 പാഠങ്ങൾ. 22-ാം തീയതി ബുധനാഴ്ച തജ്വീദ് 5 പാഠങ്ങൾ. 23-ാം തീയതി വ്യാഴാഴ്ച ദുറൂസുൽ ഹിസാൻ 5 പാഠങ്ങൾ. ഇനി നമ്മൾ 7-ാം ക്ലാസ്സിലേക്ക് വരാം. 18-ാം തീയതി താരീഖാണ് ആദ്യത്തെ വിഷയം, 4 പാഠം. പിന്നെ ഖുർആൻ ഹിഫ്ള് ജുസ് 21, 22, 23, 24, സൂറത്തുൽ വാഖിയ 36 ആയത്ത്, ഇതാണ് ഹിഫ്ള്. പിന്നെ 20-ാം തീയതി തജ്വീദ് 4 പാഠങ്ങൾ. 21-ാം തീയതി ദുറൂസുൽ ലിസാൻ 4 പാഠം. ഫിഖ്ഹിന്ന് 6 പാഠം പഠിക്കാണ്ട്, ലിസാൻ 4 പാഠം. 23-ാം തീയതിയോടുകൂടി പരീക്ഷ കഴിയും. 8-ാം ക്ലാസ്സുകാർക്ക് 18-ാം തീയതി ഫസ്റ്റ് പരീക്ഷ. ദുറൂസുൽ ലിസാൻ 3 പാഠങ്ങൾ. 8-ാം ക്ലാസ്സുകാർക്ക് ഖുർആൻ ഹിഫ്ള് ഉണ്ട്. പിന്നെ ഖുർആൻ ജുസ് 11, 12, 13, 14 എവിടുന്നെങ്കിലും ചോദ്യം വരും. പിന്നെ കാണാതെ പഠിക്കാനുള്ള സബ്ബിസ്മ റബ്ബിക്കൽ അഅല, അതുപോലെ ഹൽ അതാക ഹദീസുൽ ഗാഷിയ, പിന്നെ വൽ ഫജ്ർ, ലാ ഖുസ്മു ബിഹാദൽ ബലദ്, ഇതാണ് കാണാതെ പഠിക്കാനുള്ളത്. പിന്നെ 21-ാം തീയതി ഫിഖ്ഹ് 6 പാഠമുണ്ട്. 22-ാം തീയതി ലിസാൻ 4 പാഠം. 23-ാം തീയതി താരീഖ് 5 പാഠങ്ങൾ. ഇനി നമ്മൾ 9-ാം ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ 9-ാം ക്ലാസ്സിൽ ഖുർആൻ ഹിഫ്ള് വരുന്നില്ല. 18-ാം തീയതി ഫിഖ്ഹാണ് 5 പാഠം. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് 20-ാം തീയതി ഉള്ളൂ. 2 ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. 1 ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഈ താരീഖാണ് 8 പാഠം. 8 പാഠം പഠിക്കാണ്ട്. പിന്നെ 21-ാം തീയതി ലിസാൻ 4 പാഠം. 22-ാം തീയതി ദുറൂസുൽ ലിസാൻ 4 പാഠം. ഇപ്പോൾ 23 അവർക്ക് പരീക്ഷ ഇല്ല. 22-ാം തീയതിയോടുകൂടി പരീക്ഷ കഴിയും. 10-ാം ക്ലാസ്സുകാർക്ക് 18 പാഠം തഫ്സീർ ആദ്യത്തെ പരീക്ഷ. 18-ാം തീയതി 18-ാം തീയതി ശനിയാഴ്ച തഫ്സീർ 9 പാഠമുണ്ട്. പിന്നെ 20-ാം തീയതി തിങ്കളാഴ്ച ഫിഖ്ഹ് 6 പാഠം. 22-ാം തീയതി ലിസാൻ 6 പാഠം. 23 ദുറൂസ് 4 പാഠം. ഇനി പ്ലസ് വണ്ണിൽ ആദ്യത്തെ പരീക്ഷ ഫിഖ്ഹ് 18-ന്, 20-ന് ദുറൂസ്. ഫിഖ്ഹ് 6 പാഠം, മറ്റേത് 5 പാഠം. ലിസാൻ 4 പാഠം 21-ന്. 23, 22 23-ന് തഫ്സീർ 5 പാഠം. ഇനി പ്ലസ് ടുവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദുറൂസുൽ ലിസാൻ 4 പാഠം 18-ന്. 19-നില്ല, 20-ന് ഫിഖ്ഹ് 5 പാഠം. 21-ന് തഫ്സീർ 4 പാഠം. 22-നില്ല, 23-ന് ലിസാൻ 4 പാഠം. ലിസാൻ പഠിക്കാൻ 1 ദിവസം ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായി പഠിക്കുക. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.